Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. 4 വോട്ടിന് വേണ്ടി തുടർ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇടത് വലതു മുന്നണികൾ സ്വീകരിക്കുന്നതെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. യുഡിഎഫ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുമ്പോൾ എൽഡിഎഫ് പിഡിപിയുടെയും ഹിന്ദു മഹാസഭയുടെയും പിന്തുണ തേടുകയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഇടതു വലതു മുന്നണികൾ അവഗണിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ജമാഅത്ത് ഇസ്ലാമിയുടെ ശക്തനായ വിമർശകനായിരുന്ന ആര്യടൻ മുഹമ്മദിന്റെ നിലപാടുകളെ 4 വോട്ടിനു വേണ്ടി യുഡിഎഫ് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. നിലമ്പൂരിൽ 2 മുന്നണികളുടെയും വർഗീയ പ്രീണനം വ്യക്തമായിരിക്കുകയാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാത്തതിലാണ് 2 മുന്നണികളുടെയും വിമർശനം. കാട്ടുപന്നികളെ വെടിവെക്കാൻ നിലവിൽ അനുമതിയുള്ള സാഹചര്യം എൽഡിഎഫ് യുഡിഎഫ് പഞ്ചായത്ത് ഭരണസമിതികൾ പ്രയോജനപ്പെടുത്താത്തതാണ് നിലവിലെ സാഹചര്യത്തിന് കാരണം. മലയോര കുടിയേറ്റ കർഷകരുടെ പിന്തുണയോടെ തൃശൂരിലെ വിജയം നിലമ്പൂരിൽ ആവർത്തിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എപ്പോഴും മുസ്ലിം മത തീവ്രവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നയാളാണ്. തീവ്ര മത ഭീകരവാദ ശക്തികളുമായി ഒരു തരത്തിലും സംഘീയത്താണ്. ഇതായിരുന്നു ഇത്രയും കാലമുള്ള പ്രചരണം. ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് നേതാക്കൾ ചാർത്തിക്കൊടുത്ത പട്ടം മതനിരപേക്ഷതയുടെ പട്ടമായിരുന്നു. മതഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ സ്വന്തം കാര്യം വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിരുന്ന രാജ്യാന്തര ബന്ധങ്ങളുള്ള മതഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ പരസ്യമായി സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മതഭീകരവാദ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശിലയാണ്. അവരുടെ ആശയങ്ങളാണ് എല്ലാ മതഭീകരവാദ സംഘടനകളും അവരുടെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റെല്ലാ ചിന്താഗതികളും എതിർക്കപ്പെടേണ്ടതാണ്. ഒരേ ഒരു ചിന്താഗതി മാത്രമേ ലോകത്ത് വേണ്ട ആവശ്യമുള്ളൂ. മതരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി. മൗലിക ആശയങ്ങൾ ലോകം മുഴുവൻ ഭീകരവാദ സംഘടനകൾ പിന്തുടരുന്ന ആശയങ്ങൾ, അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണം. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.